ജാൻമണി വീണ്ടും വളരെ മോശം സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പറഞ്ഞിരിക്കുകയാണ്. അവിടെ യാതൊരു പ്രതികരണവും ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല ആ മോശം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരിൽ എന്ന് പറയുമ്പോൾ കാണുന്ന പ്രേക്ഷകർക്ക് തന്നെ വളരെ സഹതാപം തോന്നുന്ന ഒരു അവസ്ഥയാണ്. എന്തിനേറെ പറയുന്നു, ഹൗസിനുള്ളിലുള്ള മറ്റ് മെമ്പേഴ്സ് എല്ലാവരും ജാൻമണി മോശം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നു എന്നല്ലാതെ ജാൻമണിയെ എതിർത്ത് സംസാരിക്കാനായിട്ട് അവിടെ ആരും തയ്യാറാവുന്നില്ല. അവിടെ നോറയ്ക്കെതിരെയാണ് വീണ്ടും മോശം സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ലാലേട്ടൻ കൊടുത്ത ഒരു ടാസ്ക് മാത്രമായിരുന്നു അവിടെ നടന്നത്. ഒരു മരുന്ന് കൊടുത്ത് അവരുടെ അസുഖം മാറ്റുക എന്ന് പറയുന്നത്. നോറ അവിടെ മരുന്ന് കൊടുത്തത് ജാൻമണിക്കാണ്. ജാൻമണിക്ക് അത് കുടിക്കാൻ കൊടുത്ത സമയത്ത് നിറച്ചു കൊടുത്തു. പക്ഷേ അത് ജാൻമണി എനിക്ക് നിന്റെ ഇഷ്ടത്തിന് കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ലാലേട്ടൻ തന്നെ പറഞ്ഞു ജാൻമണിക്ക് ഇവിടെ ഒരു പ്രത്യേകതയില്ല, ജാൻമണി അത് മുഴുവൻ കുടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു ജാൻമണീനെ കൊണ്ട് കുടിപ്പിച്ചു. അതിനുശേഷം അവിടെ ലാലേട്ടൻ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ജാൻമണി അവിടെ പറഞ്ഞത് അവളുടെ ലൈഫ് ഞാൻ സ്പോയിൽ ചെയ്യും, അവളുടെ ലൈഫ് ഞാൻ ഇല്ലാതാക്കും എന്നവിടെ പറഞ്ഞുകൊണ്ട് ജാൻമണി സിഗരറ്റ് വലിക്കാൻ പോയത്. എന്നിട്ട് ജാൻമണിയുടെ അടുത്ത് വന്നിട്ട് പലരും പറയാൻ ശ്രമിക്കുന്നുണ്ട് വളരെ മോശം സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന്. പക്ഷേ ജാൻമണി സമ്മതിച്ചു കൊടുക്കുന്നില്ല. പക്ഷേ അവിടെ ജാൻമണിനെ എതിർത്ത് സംസാരിക്കുന്ന ഒരാളെ നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചില്ല. ജാൻമണിയുടെ അടുത്ത് ചെന്ന് ഉപദേശിക്കുന്ന കുറച്ച് മത്സരാർത്ഥികളെ മാത്രമാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചത്. അത് ലാലേട്ടൻ്റെ എപ്പിസോഡ് ആയതുകൊണ്ട് പിന്നെ ഒട്ടും അവരങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാത്തതായിരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു നല്ല സ്ട്രോങ് ആയിട്ട് ജാൻമണീനെ എതിർക്കാനായിട്ട് കഴിവുള്ള ഒരു മത്സരാർത്ഥിയും അവിടെ ഇല്ല എന്നുള്ള കാര്യത്തിൽ സഹതാപം തോന്നി. അവിടെ ബിഗ് ബോസ് പോലും ജാൻമണിക്ക് ഒരു വാർണിംഗ് കൊടുക്കുന്നത് നമ്മൾ കണ്ടില്ല. വളരെ മോശം സ്റ്റേറ്റ്മെൻ്റ് ആണ് ജാൻമണി അവിടെ പറഞ്ഞത്. അതൊരു ഗെയിം ആയിരുന്നു. അവിടെ ഏറ്റവും കൂടുതൽ കുടിച്ച വ്യക്തിയാണ് അവിടെ നമ്മുടെ ഗബ്രി. എങ്കിൽ പിന്നെ ഗബ്രിക്ക് അങ്ങനെ ഒരു കാര്യം അവിടെ പറയാമായിരുന്നില്ലേ? ഗബ്രി പറഞ്ഞില്ലല്ലോ. അവിടെ ജാൻമണിക്ക് ഭയങ്കരമായിട്ട് വ്യക്തിവിരോധം സൂക്ഷിച്ചുകൊണ്ട് ജാൻമണി ഭയങ്കരമായിട്ട് പക വീട്ടുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അത് പറഞ്ഞ വേർഡെന്ന് പറയുന്നത് ഞാൻ സ്പോയിൽ ചെയ്തിരിക്കും, അവളുടെ ലൈഫ് ഞാൻ ഇല്ലാണ്ടാക്കിയിരിക്കും എന്നൊക്കെ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ കാണിച്ചു കൊടുക്കാം. അതും ചെറിയൊരു രീതിയിലൊന്നല്ല പറയുന്നത്. ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് വാർണിംഗ് കൊടുത്തു പോയതാണ്. എന്നിട്ടാണ് വീണ്ടും ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെതിരെ ലാലേട്ടനും ബിഗ് ബോസും ഇനിയും പ്രതികരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ മോശമാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.